തൊഴിൽ മേഖലയിൽ സുപ്രധാന പരിഷ്കരണവുമായി സൗദി അറേബ്യ 50 വർഷം പഴക്കമുള്ള കഫാല സമ്പ്രദായം സൗദി അറേബ്യ കഴിഞ്ഞ ദിവസം ഔദ്യോഗികമായി നിർത്തലാക്കി. വിദേശ തൊഴിലാളികളുടെ ജീവിത തൊഴിൽ അവകാശങ്ങൾ ഒരൊറ്റ കമ്പനിയിലോ തൊഴിലുടമയിലോ ബന്ധിപ്പിക്കുന്ന സ്പോൺസർഷിപ്പ് ചട്ടക്കൂടായിരുന്നു കഫാല. പുതിയ മാറ്റം 2025 ജൂണിൽ പ്രഖ്യാപിച്ചെങ്കിലും ഇപ്പോഴാണ് ഔദ്യോഗികമായ നിയമം നടപ്പിലാക്കുന്നത്. കഫാല സമ്പ്രദായം നിർത്തലാക്കിയതോടെ ഇന്ത്യയിൽ നിന്നുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ ഉൾപ്പെടെ 13 ദശലക്ഷത്തിലധികം വിദേശ തൊഴിലാളികൾക്ക് ഇത് അനുഗ്രഹമായി മാറും. അറബിയിൽ സ്പോൺസർഷിപ്പ് എന്നർത്ഥമുള്ള കഫാല സിസ്റ്റം 1950കളിൽ ഗൾഫ് രാജ്യങ്ങളിൽ ആരംഭിച്ച ഒരു ആധുനിക തൊഴിൽ മോഡലായിരുന്നു. സൗദി അറേബ്യ, ഖത്തർ, കുവൈറ്റ്, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇത് സാധാരണമായിരുന്നു. ഈ സിസ്റ്റത്തിൽ വിദേശ തൊഴിലാളികളുടെ നിയമപരമായ സ്ഥിതി അവരുടെ കമ്പനിയായ കഫീൽ അഥവാ സ്പോൺസറുമായി നേരിട്ട് ബന്ധപ്പെട്ടിരുന്നു. കഫാല നിയമം കമ്പനിക്ക് തൊഴിലാളികൾക്ക് മേൽ അമിതാധികാരം നൽകി. തൊഴിലാളികൾക്ക് സ്വന്തം നിലയ്ക്ക് തൊഴിൽ മാറാനോ രാജ്യം വിടാനോ കമ്പനിയുടെ അനുമതിയില്ലാതെ സാധിക്കില്ലായിരുന്നു. ഇതിനെതിരെ തിരിഞ്ഞാൽ നിയമസഹായവും ലഭിക്കില്ലായിരുന്നു. ഇതോടെ ഈ നിയമത്തിന് കീഴിൽ തൊഴിലാളികൾ വലിയ തോതിൽ ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്തു. വിദേശ തൊഴിലാളിയുടെ നിയമപരവും ഭരണപരവുമായ ഉത്തരവാദിത്തം അവർ ജോലി ചെയ്യുന്ന കമ്പനിക്കോ വ്യക്തിക്കോ നേരിട്ട് കൈമാറുന്നതിനാണ് ഈ സംവിധാനം രൂപകൽപ്പന ചെയ്തത്. ലളിതമായി പറഞ്ഞാൽ തൊഴിലാളിയുടെ ഉത്തരവാദിത്തം കഫീലിനായിരുന്നു. കഫീൽ വ്യക്തിപരമായി എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നതിനാൽ കഫാല സമ്പ്രദായം സർക്കാരിന് തൊഴിലാളികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ തോതിൽ ഇടപെടേണ്ട സാഹചര്യം ഇല്ലാതാക്കുന്നു. എന്നാൽ കാലക്രമേണ തൊഴിലാളികളുടെ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കുന്നതിന് ഈ സംവിധാനം വിമർശിക്കപ്പെടാൻ തുടങ്ങി. തൊഴിലാളികൾ പലപ്പോഴും അടിമത്ത ജീവിതം നയിക്കാൻ വരെ നിർബന്ധിതരായി. സമീപകാലത്ത് നടത്തിയ തൊഴിൽ പരിഷ്കാരത്തിലൂടെ കഫാല സമ്പ്രദായത്തിന് പകരം ഒരു കരാർ തൊഴിൽ മാതൃക സൗദി അറേബ്യ രാജ്യത്ത് നടപ്പിലാക്കി. സൗദി പ്രസ് ഏജൻസി പറയുന്ന പ്രകാരം പുതിയ സംവിധാനം വിദേശ തൊഴിലാളികൾക്ക് അവരുടെ നിലവിലെ തൊഴിലുടമ അതായത് കഫീലിന്റെ അനുമതിയില്ലാതെ പുതിയ കമ്പനിയിൽ ചേരാൻ അനുവദിക്കും. തൊഴിലാളികൾക്ക് ഇപ്പോൾ എക്സിറ്റ് വിസ ഇല്ലാതെ രാജ്യം വിടാനും മുമ്പ് ലഭ്യമല്ലാത്ത നിയമപരമായ പരിരക്ഷകൾ പ്രയോജനപ്പെടുത്താനും കഴിയും. വിഷൻ 2030 പ്രകാരം സൗദി അറേബ്യ നിയമങ്ങൾ വലിയ തോതിൽ പരിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. കഫാല സമ്പ്രദായം നിർത്തലാക്കുന്നതും ഈ ലക്ഷ്യത്തിന്റെ ഭാഗമായാണ്. ഇതിലൂടെ തൊഴിലാളിക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, മുമ്പ് തൊഴിലുടമയുടെ അനുമതി ഇല്ലാതെ ജോലി മാറാൻ കഴിയുമായിരുന്നില്ല. ഇനി തൊഴിലാളികൾക്ക് നല്ല വേതനവും നല്ല സാഹചര്യവുമുള്ള ജോലികളിലേക്ക് മാറാൻ കൂടുതൽ അവസരം ലഭിക്കും. കഫാലയിൽ തൊഴിലുടമകൾ പലപ്പോഴും തൊഴിലാളികളുടെ പാസ്പോർട്ടുകൾ പിടിച്ചു വെക്കാറുണ്ടായിരുന്നു. ഇത് ഒഴിവാകുമ്പോൾ തൊഴിലാളികളുടെ സ്വകാര്യ സ്വാതന്ത്ര്യം ഉറപ്പാകും. പിന്നെ കഫാല നിർത്തുന്നതിലൂടെ വേതനം തടഞ്ഞു വെക്കുന്ന പ്രവണതകൾ കുറയും. തൊഴിലാളികൾക്ക് സമയബന്ധിതമായി ശമ്പളം ലഭിക്കുന്നതിനുള്ള നിയമപരമായ ശക്തി കൂടും. തൊഴിലുടമയുടെ അനാവശ്യ നിയന്ത്രണങ്ങൾ ഇല്ലാതാകുന്നതിനാൽ തൊഴിലാളികളെ ചൂഷണം ചെയ്യാനുള്ള സാധ്യത കുറയും. നിയമപരമായ സംരക്ഷണം കൂടുതൽ ഉറപ്പാക്കപ്പെടും. മുമ്പ് തൊഴിലുടമയുടെ അനുമതി ഇല്ലാതെ നാട്ടിലേക്ക് പോകാനോ യാത്ര ചെയ്യാനോ കഴിയുമായിരുന്നില്ല. ഇനി തൊഴിലാളികൾക്ക് സ്വതന്ത്ര യാത്രാവകാശം ലഭിക്കും. സുരക്ഷിതമായ തൊഴിൽ സാഹചര്യങ്ങൾ, സമയോചിത വേതനം, യാത്രാ സ്വാതന്ത്ര്യം, ജോലി ചെയ്യാനുള്ള മികച്ച അവസരങ്ങൾ എന്നിവയെല്ലാം സംയോജിക്കുമ്പോൾ തൊഴിലാളികളുടെ ജീവിത നിലവാരം തന്നെ മെച്ചപ്പെടും.